സ്മാർട്ടായിട്ടുള്ള റീറ്റെയിൽ സ്റ്റോർ ഓണേഴ്സ് തങ്ങളുടെ സ്ഥാപനത്തിലെ സ്റ്റോക്ക് മാനേജ് ചെയ്യുന്നത് കേവലം ഫാസ്റ്റ് മൂവിങ് ഐറ്റം, സ്ലോ മൂവിങ് ഐറ്റം, കാറ്റഗറി വൈസ് റിപ്പോർട്ട് തുടങ്ങിയ ബേസിക് റിപ്പോർട്ടുകൾ മാത്രം അടിസ്ഥാനമാക്കിയല്ല. കൃത്യമായി സ്റ്റോക്ക് മാനേജ് ചെയ്യാൻ റീറ്റെയിൽ സ്റ്റോർ ഓണേഴ്സ് ഉപയോഗിക്കുന്ന മെത്തേഡുകളിൽ ഒന്നാണ് സ്റ്റോക്ക് ഏജ് ട്രാക്കിംഗ്. ഒരു പ്രൊഡക്റ്റ് നമ്മുടെ സ്ഥാപനത്തിൽ എത്തിയിട്ട് എത്ര കാലയളവായി, സ്റ്റോക്ക് ട്രാൻസാക്ഷൻ ഏജിങ്, ഓരോ പ്രൊഡക്റ്റുകളും എത്ര കാലയളവ് എടുത്താണ് സെയിലാവുന്നത് തുടങ്ങിയ റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കി സ്റ്റോക്ക് മാനേജ് ചെയ്യുന്നത് ക്യാഷ് ഫ്ലോ കൂട്ടാനും പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാനും കാരണമാകുന്നുണ്ട്. അടുത്തത് ഡേറ്റ അടിസ്ഥാനമാക്കിയുള്ള പർച്ചേസ്. ഏതൊക്കെ പ്രൊഡക്റ്റുകൾ ഏതൊക്കെ കാലയളവിൽ എത്ര ക്വാണ്ടിറ്റി സെയിലാവുന്നു, എത്ര മാർജിൻ ലഭിക്കുന്നു തുടങ്ങിയവ അടിസ്ഥാനമാക്കിയുള്ള പർച്ചേസ്. മറ്റൊന്നാണ് സപ്ലയർ പെർഫോമൻസ് ചെക്ക്. ഏത് സപ്ലയറുടെ പ്രൊഡക്റ്റാണ് കൂടുതൽ സെയിലാവുന്നത്, ഏത് സപ്ലയറുടെ പ്രൊഡക്റ്റിലാണ് കൂടുതൽ മാർജിൻ ലഭിക്കുന്നത്, ഏത് സപ്ലയറുടെ പ്രൊഡക്റ്റിലാണ് സെയിൽസ് റിട്ടേൺ കുറവ് തുടങ്ങിയ കാര്യങ്ങൾ അടിസ്ഥാനമാക്കി കൃത്യമായി സപ്ലയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോയും പ്രോഫിറ്റും വർദ്ധിക്കുന്നതാണ്. മറ്റൊന്നാണ് സ്റ്റാഫ് ഫീഡ്ബാക്ക് ചെക്ക്. നമ്മുടെ സ്ഥാപനത്തിൽ എത്തുന്ന കസ്റ്റമർ അവരുടെ പല റിക്വയർമെൻറ്റും നമ്മുടെ സ്റ്റാഫുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഈ ഫീഡ്ബാക്കുകൾ കൃത്യമായി കളക്ട് ചെയ്ത് കസ്റ്റമർ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് സ്റ്റോക്ക് മാനേജ് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ കസ്റ്റമർ റിട്ടൻഷൻ വളരെ കൂടുതലായിരിക്കും. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ കൃത്യമായി സ്റ്റോക്ക് മാനേജ് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ സെയിൽസ് കുറവാണെന്നുണ്ടെങ്കിലും ലാഭം വളരെ കൂടുതലായിരിക്കും.